ഹലോ, ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു മിനി വ്ളോഗാണ് കേട്ടോ. ചേട്ടത്തിയനീറ്റും കൂടെ ലാലാപാടി കറുപ്പും പച്ചയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഒരു ഫിലിം കാണാൻ വേണ്ടിയാണ് കേട്ടോ. കുറച്ച് ദിവസമായി പറയുന്നു എല്ലാവർക്കും കൂടെ ഫിലിം കാണാൻ വേണ്ടി പോവാമെന്ന്. എന്തായാലും ഇന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ മേടിച്ച് കൊടുത്ത ഷൂ കേട്ടോ. സാലറി കിട്ടിയപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഷൂ. അപ്പോൾ അങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. 3 പേരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കറുത്ത സ്വെറ്റർ ഇട്ടുണ്ട്. പുറത്ത് ചെറിയ തോതിലുള്ള തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. 5 ദിവസം പറഞ്ഞു തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയാൽ ഭയങ്കര തണുപ്പായിരിക്കുന്നു. കാരണം എനിക്ക് ചെറിയ തണുപ്പൊന്നും സഹിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അവൾ എന്നോട് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ലിഫ്റ്റിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പ് 5 ദിവസം ഭയങ്കര തമാശ പറയില്ല, നിന്നെ കണ്ട ഇപ്പോൾ ഒരു പ്രൊഫസറെ പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. പിന്നെ 3 പേരും കൂടെ ഇങ്ങനെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ കലപ്പിലേ കേട്ടോ. ലിഫ്റ്റിൻ്റെ അകത്ത് കയറിയാൽ പിന്നെ പറയണ്ട, കണ്ണാടി നോട്ടമായി ഭയങ്കര പരിപാടികളായി. ഞങ്ങൾ തന്നെ ഉള്ളെങ്കിൽ ഈ പരിപാടികളൊക്കെ കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഈ കണ്ണാടി നോക്കാത്തവരാരും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് കണ്ട ഫിലിം ഏതാ അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. ഞാൻ ലാസ്റ്റ് കണ്ട ഫിലിം നേരാ കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ദുബായിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനും ചേട്ടായും കൂടെ പോയി കണ്ടതാണ് ആലക്കോട് തിയേറ്ററിൽ. 5 ദിവസം അഭിനയം ലാസ്റ്റ് കണ്ട ഫിലിം കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയാണെന്ന് പറഞ്ഞ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവരിവിടുന്ന് തന്നെയാണ് കേട്ടോ കണ്ടത്. നമ്മളിപ്പോൾ ഫിലിം കാണാൻ വേണ്ടി പോകുന്നത് സഹാറ സെൻറ്ററിലേക്ക് കേട്ടോ. സഹാറ സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റ്. അതുകൊണ്ട് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. എനിക്ക് കുറച്ച് ദൂരോട്ടൊക്കെ പോകാൻ ഭയങ്കര മടിയാണ്. അത് നേരത്തെ മുതലേ അങ്ങനെ തന്നെയാണ് കേട്ടോ. 4 കൊല്ലം ഞാൻ സൗദിയിലുണ്ടായിരുന്നു. എന്നിട്ടും അവിടെ എല്ലാ സ്ഥലങ്ങളൊന്നും കാണാനൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ. ആകെ 2-3 മാളും പിന്നെ കോർണീഷിൽ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരാറായപ്പോഴത്തേന് അക്വേറിയം കാണാൻ വേണ്ടി പോയി. പിന്നെ സൗദിയിൽ പുതിയ ഫിലിം തിയേറ്ററൊക്കെ ഓപ്പൺ ആക്കിയപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കാണാൻ വേണ്ടി ഒരു ഫിലിം കാണാൻ വേണ്ടി പോയി, കൂമൻ എന്ന് പറഞ്ഞ്. അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെൻ്റെ വ്ളോഗ് മുമ്പേ കണ്ടവരാണെങ്കിൽ അറിയാം, ഞാൻ സൗദിയിൽ നിന്നപ്പോൾ അങ്ങനത്തെ വീഡിയോസൊന്നും അധികം ചെയ്തിട്ടില്ല. പപ്പയും മമ്മിയും അവിടെ വന്ന ശേഷം അവരെ കാണിക്കണമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ കുറച്ചൊക്കെ പുറത്തിറങ്ങാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഹോസ്പിറ്റല്, ഫ്ലാറ്റ്, പാണ്ട, ലുലു ഈ ഒരു സർക്കിളിൽ കിടന്ന് ഞാനിങ്ങനെ കറങ്ങുള്ളൂ. അല്ലാതെ എവിടെ കാണാനൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ തായിഫിലൊക്കെ പോകണമെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് പൊതുവെ മടിയാണ് സത്യത്തിൽ. ഇവിടെ വന്നിട്ടാണേലും ബുർജ് ഖലീഫ കാണാൻ പോലും സത്യത്തിൽ പോയിട്ടില്ല. എല്ലാം ഒന്ന് സെറ്റായിട്ട് വേണം എല്ലായിടത്തും പോയി ഒന്ന് അടിച്ച് പൊളി. ഇപ്പോൾ ഇവിടെ 2 ദിവസം നാഷണൽ ഹോളിഡേ ആട്ടോ. പല സ്ഥലങ്ങളിലും വെടിക്കെട്ടും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോകണമെന്നും പറഞ്ഞ് അഞ്ജു അഭിനും ഇങ്ങനെ പറയുന്നുണ്ട്. അവർക്ക് അങ്ങനെ പോകാൻ മടിയൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്കാണ് കുറച്ച് മടി. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഞങ്ങളും പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ പറ്റില്ലല്ലോ. അവരെന്നെ നിർബന്ധിക്കുന്നത് കൊണ്ടും പിന്നെ അവർക്കും പോകാൻ പറ്റില്ലല്ലോ ഞാൻ കാരണം. അതുകൊണ്ട് പിന്നെ പോയേക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് വൈകുന്നേരം കാണാനൊക്കെ പോകണമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ സഹാറ സെൻറ്ററിൽ ഞങ്ങൾ വന്ന ടൈമിൽ ഇതിൻ്റെ പുറത്തോടെയൊക്കെ ഒന്ന് നടന്നായിരുന്നു ഞാനും ചേട്ടായിയൊക്കെ. അന്ന് ഞാൻ ചെറിയ രീതിയിൽ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇട്ടില്ല കേട്ടോ. ഇന്നെന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയ, ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഉള്ളിൽ കയറിയായിരുന്നു. ഇപ്പോൾ ഈ വിസയുടെ ആവശ്യത്തിന് വേണ്ടി മെഡിക്കൽ എടുക്കാൻ വേണ്ടി ഇവിടെ EHS ക്ലിനിക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു. ഭയങ്കര വലുതാണ്. ഒരുപാട് ദൂരം നടക്കാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ. ഇത് നമ്മുടെ ദുബായ് ഷാർജ ബോർഡറിലാണ് കേട്ടോ ഈ സഹാറ സെൻറ്റർ വരുന്നത്. പിന്നെ ഇവിടെ തന്നെ ഡ്യൂവിൻ്റെ ഓഫീസുണ്ട്. അവിടെ ഞങ്ങൾക്കൊന്ന് കയറണം. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ കേട്ടോ വന്നത്. കാരണം എൻ്റെ സിമ്മ് അഞ്ജുവിൻ്റെ പേരിലായിരുന്നു. അപ്പോൾ അതെൻ്റെ പേരിലേക്ക് മാറ്റണം. പിന്നെ എൻ്റെ പുതിയ എമിറേറ്റ്സ് ഐഡിയൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ്സ് ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ കേട്ടോ പോകുന്നത്. வீசிப்போன புயலில் என் வேர்கள் சாயவில்லை. ஒரு பட்டம் பூச்சி மோத அது பட்டென்று சாய்ந்ததடி. இந்த காதல் சொல்ல என் இதயம் கையில் வைத்தேன். நீ தாண்டி போன போது அது தரையில் விழுந்ததடி. மண்ணிலே செம்மண்ணிலே என் இதயம் துள்ளுதடி. ஒவ்வொரு துடிப்பிலும் உன் பேர் சொல்லுதடி. கனவு பூவே வருக, உன் கையால் இதயம் தொடுக. எந்த இதயம் கொண்டு நீ உந்தன் இதயம்
ತರಗ மெல்லினமே மெல்லினமே நெஞ்சில் மெல்லிய காதல் பூக்கும் என் காதல் ஒன்றே மிக உயர்ந்ததடி அதை வானம் அண்ணாந்து பார்க்கும் நான் தூரத் தெரியும் வானம் நீ துப்பட்டா வெள்ளிழுத்தா என் 25 வயதை ஒரு நொடிக்குள்ளே படியடைத்தாயோ അങ്ങനെ സിനിമ കാണാൻ വേണ്ടി കയറാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോഴാണ് ഒരു ട്രെയിൻ വന്നത്. പിള്ളേർ കളിച്ചുകൊണ്ട് വരുന്നുണ്ട്. 2 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മുടെ ജോസൂട്ടനെ നുന്നൂനെ ഇനൂനെയൊക്കെ ഇതിൻ്റെ അകത്ത് കയറണമെന്നായിരുന്നു ഞങ്ങളുടെ പിന്നത്തെ ടോക്ക് മൊത്തം. എപ്പോഴും അതിൽ തന്നെ വന്ന് നിൽക്കും. ഇനി അവർ വരാൻ കുറച്ച് ദിവസങ്ങളും കൂടി കാണുള്ളൂ എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ കേട്ടോ സിനിമ കാണാൻ വേണ്ടി കയറാൻ വേണ്ടി പോകുന്നത്. ഈ റെഡ് ലൈറ്റ് കത്തുന്നിടത്ത് ഇതുവരെയായിട്ടും ഏത് ഫിലിമിനാണ് ടിക്കറ്റ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ സൂക്ഷ്മദർശിനിക്ക് കേട്ടോ ടിക്കറ്റ് എടുത്തത്. ഹലോ മമ്മിക്ക് എടുക്കണോ സൂക്ഷ്മദർശിനിക്ക് ടിക്കറ്റ് എടുക്കണോ അങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ ആദ്യം. പിന്നെ ലാസ്റ്റ് ബേസിലിൻ്റെ പടവല്ലേ ഒത്തിരി ചിരിക്കാൻ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ സൂക്ഷ്മദർശിനിക്ക് തന്നെ ടിക്കറ്റ് എടുത്തു. ഒത്തിരി ആളൊന്നും ഞങ്ങൾ ചെന്ന സമയത്തുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും സിനിമ തുടങ്ങുന്ന ആ ടൈം ആയപ്പോഴത്തേന് ഫുൾ സീറ്റിൽ ആൾ വന്ന് ആദ്യം ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പോപ്കോണൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര റേറ്റാണ് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ. പിന്നെ നമ്മളൊന്നും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. എന്തായാലും നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കടക്കുവാണേ. തിയേറ്ററിൻ്റെ ഉള്ളിൽ വലിയ വമ്പൻ സെറ്റപ്പൊന്നും അല്ലായിരുന്നു കേട്ടോ. ഒരു നോർമൽ തിയേറ്ററായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഈ മിഡിൽ ഭാഗത്തായിട്ടാണ് ഇരുന്നത് കേട്ടോ. ഞങ്ങളിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഫിലിമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് റിവ്യൂ ഒന്നും പറയാൻ അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ ഒരുപാട് ചിരിക്കാനുണ്ടെന്നുള്ള ഒരു ഇതിലാണ് വന്നത് ബേസിലായതുകൊണ്ട്. പക്ഷേ ഇതൊരു സസ്പെൻസ് ത്രില്ലറായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു അടിപൊളി പടമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിരിക്കാൻ തീരെ ഇല്ലാതെ ഇല്ല, ചിരിക്കാനും ഉണ്ടായിരുന്നു. പിന്നെ നസ്രിയനെ കുറേ നാൾ കൂടി കാണുന്നതല്ലേ ഫിലിമിലൊക്കെ. എന്തായാലും സൂപ്പർ പടമായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 1:15 ആയപ്പോഴാണ് കേട്ടോ പടം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഞങ്ങളിങ്ങനെ സിനിമയെക്കുറിച്ചുള്ള ഡിസ്കഷനായിരുന്നു. നീ അങ്ങനെ വിചാരിച്ചായിരുന്നോ എന്നൊക്കെ ചോദിച്ച്. പക്ഷെ സത്യം പറയാമല്ലോ, ഞാൻ അവസാനമായപ്പോഴാണ് എനിക്ക് ഇതിങ്ങനെയാണ്, ഇയാളാണ് കൊലയാളി അല്ലേ അങ്ങനെയൊക്കെ മനസ്സിലായി തുടങ്ങിയത്. കാരണം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അതുകൊണ്ട് എന്താ പറയുക, ക്ലൈമാക്സ് ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും ഒരു 1:30 ആയി. ആദ്യമായിട്ടാട്ടോ ഈ ടൈമിൽ ഇതിൽ നടക്കുന്നത്. ദുബായ് ആയതുകൊണ്ട് പിന്നെ ആ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ നാടല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, ടേക്ക് കെയർ.